ഈ വിവാദം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞതോടുകൂടി വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. സ്ട്രോങ് റൂം തുറന്നിട്ടില്ല എന്നും റെക്കോർഡ് റൂം മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നുമാണ് കോൺഗ്രസ് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. കളക്ടർ അന്വേഷണത്തിനൊടുവിൽ വിശദീകരണം നൽകിയതോടെയാണ് സ്ഥാനാർത്ഥിയും നേതാക്കളുമൊക്കെ നിലപാട് മാറ്റിയത്. സരീഷ് പി കെ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ഉണ്ട് കോഴിക്കോട് നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വമ്പൻ സംഭവമായിരുന്നു ഇത്. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയായപ്പം ഫാത്തിമ തെഹ്ലി ആണെങ്കിലും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആണെങ്കിലും MK രാഘവൻ MP അടക്കമൊക്കെ മാധ്യമങ്ങളോട് വരികയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവരവിടെ ഒരു ഗൂഢാലോചന അടക്കം സംശയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോഴും ഉയർന്നിരുന്ന ഒരു ചോദ്യം, ഈ EVM-കളൊക്കെ ഒരു സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകും. അവരുടെ കാവലിലാണല്ലോ ഇത് വെക്കുക. അപ്പം അവരാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ലേ? പിന്നാലെ തഹിലിയ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇക്കാര്യം ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ 8 മണിക്ക് എത്താൻ പറഞ്ഞു, 11 മണിക്ക് ഞാൻ ആളെ വിട്ടു. അപ്പോഴത്തേക്കും അവരത് തുറന്ന് നോക്കിയിട്ട് പോയി. അപ്പോഴേ തന്നെ ആ സാധനം പൊളിഞ്ഞു എന്ന കാര്യം വ്യക്തവുമായിരുന്നു. അപ്പം ഈ ആരോപണങ്ങളൊക്കെ ഇന്നലെ കടുപ്പിച്ചിരുന്നു, മൂർച്ചയുള്ളതായിരുന്നു നേതാക്കളുടെയൊക്കെയും. ഈ നേതാക്കൾ എന്ന് പറയുമ്പോഴും അതൊന്നും പ്രാദേശിക നേതാക്കളല്ല എന്ന കാര്യം കൂടി ഓർക്കണം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ പ്രതികരണങ്ങളായിരുന്നു. അതെല്ലാം ഏറെക്കുറെ ഈ പോയ അവസ്ഥയാണ്. അപ്പം നിലവിലെ കോൺഗ്രസിന്റെ വിശദീകരണം, പുതിയ വിശദീകരണം എങ്ങനെയാണ് സരീഷ്? ഇന്നലെയാണ് ഗൗരവതരമായ ഒരു ആരോപണം UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായി ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഈ VVPAT-ഉം EVM-ഉം ഒക്കെയുള്ള സ്ട്രോങ് റൂമിന് കോൺഗ്രസ് പ്രവർത്തകർ കാവൽ നിൽക്കണം, അതിന് മതിയായ സുരക്ഷയില്ല എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാവൽ നിൽക്കുകയും ചെയ്യുന്ന ചരിത്രപരമായ ഒരു കാര്യം കോഴിക്കോട് സംഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് പേരാമ്പ്ര സൗത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം, അതായത് ഈ VVPAT-ഉം EVM-ഉം ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരിക്കുന്നത് JDT ഇസ്ലാമിക് കൺവെൻഷൻ സെന്ററിലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നോർത്തിലെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി K ജയന്തായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയും അതിന് അനുമതി തേടുകയൊക്കെ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു ഗൗരവതരമായ ആരോപണം ഇന്നലെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സ്ട്രോങ് റൂം അനുമതിയില്ലാതെ തുറന്നു എന്നുള്ളതായിരുന്നു ആരോപണം. യഥാർത്ഥത്തിൽ അത് വലിയ ആരോപണവുമായിരുന്നു. പിന്നീടാണ്, അതായത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയും കളക്ടറുടെ അന്വേഷണം വരികയും ചെയ്തതോടെ അത് സ്ട്രോങ് റൂം അല്ല, തൊട്ടു സമീപത്തെ റെക്കോർഡ് റൂമാണ് തുറന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. അപ്പോഴും വലിയ ആരോപണങ്ങൾ പ്രവീൺ കുമാറിന്റെയും ഒപ്പം തന്നെ MK രാഘവൻ MP-യുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യഘട്ടത്തിൽ ഫാത്തിമ തെഹ്ലി തന്നെ ആ കാര്യം, അതായത് സ്ട്രോങ് റൂം അല്ല എന്ന കാര്യം തുറന്നു സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും മറ്റ് നേതാക്കളൊന്നും തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെയും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് കൃത്യമായ റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്ട്രോങ് റൂം അല്ല തുറന്നത് എന്ന് അവർ സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ ഒരു ആരോപണം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നത് ROയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവർ പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ ഏതെങ്കിലും, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീൽ ചെയ്ത ഒരു മുറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു സാധനങ്ങൾ ഓഫീസ് തുറന്നെടുക്കണമെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഏജന്റുമാരുണ്ട്. അപ്പോൾ ആ ഏജന്റുമാരെ വിവരം അറിയിക്കണം. അത് നേരത്തെ തന്നെ അറിയിച്ച് അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഈ റൂം തുറക്കാവൂ എന്നാണ് ചട്ടം. ആ ചട്ടം പാലിച്ചിട്ടില്ല എന്നൊരു ആരോപണവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തുന്നത്. അതായത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പാതി സമ്മതിക്കുകയും മറുഭാഗത്ത് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രോങ് റൂമിനപ്പുറത്തേക്കുള്ള റെക്കോർഡ് റൂം തുറക്കണമെങ്കിൽ നേരത്തെ തന്നെ അനുമതി തേടണമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയിക്കണം. അവരുടെ സാന്നിധ്യത്തിൽ, ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. നിലവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ROയുടെ ഭാഗത്ത് ചെറിയൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ വിവരങ്ങളെല്ലാം, അതായത് പോളിംഗ് ബൂത്തിൽ നിന്നും എത്ര ആണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്, അതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര, ട്രാൻസ്ജെൻഡേഴ്സ് എത്ര, അങ്ങനെ വിശദമായ വിവരം ഓരോ ഏജന്റുമാരും, ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥരും എഴുതി നൽകുന്നുണ്ട്. അത് ക്രോഡീകരിച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതിൽ ROയുടെ ഭാഗത്ത്, പേരാമ്പ്ര ROയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത് തുറന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഗൗരവതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. അപ്പം പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ, അതായത് ഇന്നലെ ഉണ്ടായ ആ വിവാദം, സ്ട്രോങ് റൂം വിവാദം, അതിൽ
പുതിയ വിശദീകരണം നൽകിയിരിക്കുന്നു. കോൺഗ്രസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സരീഷ് പി കെ.